RF അയോൺ സോഴ്സാണ് എൻ്റെ ടോപ്പിക്ക്. അയോൺ സോഴ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അയോൺ സോഴ്സ് ഇസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ സ്ട്രീം ഓഫ് അയോൺസ് എസ്പെഷ്യലി ഫോർ യൂസ് ഇൻ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്, അയോൺ ഇംപ്ലാന്റേഷൻ എക്യുപ്മെൻറ്റ്സ് ഓർ ഫോർ പ്രൊഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് എ തിൻ സോളിഡ് ഫിലിം. അപ്പോൾ അയോൺ സോഴ്സ് നമ്മൾ സ്ട്രീം ഓഫ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാണ്? പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്, അയോൺ ഇംപ്ലാന്റേഷൻ എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്? അയോൺ സോഴ്സസ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് RF അയോൺ സോഴ്സ് ആണ്. RF അയോൺ സോഴ്സ് മീൻസ് റേഡിയോ ഫ്രീക്വൻസി അയോൺ സോഴ്സ്. ഇവിടെ നമ്മൾ a radio frequency voltage can be used to produce plasma out of a low pressure gas and ions can be extracted from this plasma. ഇവിടെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിലെ ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മൾ എന്താണ് പ്ലാസ്മയെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ദെൻ ഔട്ട് ഓഫ് പ്ലാസ്മയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? അയോൺസിനെ എക്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റേഡിയോ ഫ്രീക്വൻസി വോൾട്ടേജ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പ്ലാസ്മ ഔട്ട് ഓഫ് ലോ പ്രഷറിൽ നമ്മൾ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് അയോൺസ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദിസ് പ്ലാസ്മ. ഓക്കെ, ഹിയർ ദ അബ്സോർബ്ഡ് RF energy fields a self-sustaining discharge provided that the discharge vessel made of an insulating material such as pyrex, quartz or aluminium. അപ്പം ഇവിടെ ഡിസ്ചാർജ് വെസൽ ഉണ്ടാക്കിയിരിക്കുന്നത് മെയ്ഡ് ഓഫ് എന്താണ്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള പൈറക്സ്, ക്വാർട്സ്, അലൂമിനിയ തുടങ്ങിയിരിക്കുന്ന എന്തുകൊണ്ടാണ്? ദെൻ തേർഡ് പോയിന്റ് വരുന്നത് നോ ഇലക്ട്രോഡ് മസ്റ്റ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് ദ പ്ലാസ്മ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ അയോൺ പ്ലാസ്മ സോഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞത് ഇലക്ട്രോണ് പ്ലാസ്മയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ റേഡിയോ ഫ്രീക്വൻസി അയോൺ സോഴ്സിൽ ഇലക്ട്രോഡ്സിന് പ്ലാസ്മയുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, in practice an RF discharge is formed in the vacuum vessel filled with a gas at a pressure 10⁻³ to 10⁻² torr. അപ്പം ഈ RF അയോൺ സോഴ്സിൽ ഡിസ്ചാർജ് ഇൻ ലോ പ്രഷറാണെന്ന് പറഞ്ഞല്ലോ. അതായത് പ്രഷർ 10⁻³ to 10⁻² ടോറാണ് പ്രഷർ റേഞ്ച്. അപ്പം നമുക്ക് ദർ ആർ 2 ways in which a low pressure gas can be excited by an RF voltage to produce the plasma. അപ്പം പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ പ്രഷറിൽ ഗ്യാസിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഈസ് കപ്പാസിറ്റീവ് കപ്പിൾഡ് ഡിസ്ചാർജ് ആൻഡ് സെക്കൻഡ് ഈസ് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ഡിസ്ചാർജ്. ഓക്കെ, ദെൻ കപ്പാസിറ്റീവ് കപ്പിൾഡ് ഡിസ്ചാർജ് പറഞ്ഞാൽ an alternating potential is applied across 2 parallel metal plates. അതായത് ആനോഡും കാഥോഡും. അതായത് ആൾട്ടർനേറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് 2 പാരലൽ മെറ്റൽ പ്ലേറ്റിൻ്റെ അക്രോസ് ആയിട്ടാണ്. എ ഡിസ്ചാർജ് occurs between the electrodes. Here the electric field in the discharge region is created by charges on the metal plate. This means they share plasma ions that would normally be taken by the single cathode in a DC or pulsed system. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് രണ്ട് ഇലക്ട്രോഡിൻ്റെ അക്രോസ് ആയിട്ടാണ്, പാരലൽ മെറ്റൽ പ്ലേറ്റിൻ്റെ അക്രോസ് ആയിട്ടാണ്. അപ്പം ഡിസ്ചാർജ് ഒക്കർ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ആണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ഈ മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിലാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. ദേ ഷെയർ പ്ലാസ്മ അയോൺ ദാറ്റ് വുഡ് നോർമലി ബി ടേക്കൺ ബൈ സിംഗിൾ കാഥോഡ് ഇൻ DC ഓർ പൾസ്ഡ് സിസ്റ്റം. ഓക്കെ, ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ഡിസ്ചാർജ്. That is, a discharge is created by a current carrying coil surrounding magnetic field in the discharge region. The electrostatic field of the coil is shielded from discharge.
ഇവിടെ ഇൻഡക്റ്റീവ് അതായത് ഡിസ്ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ സറൗണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഡിസ്ചാർജ് റീജിയനിലാണ്. മറ്റേ സ്ഥലത്ത് നമ്മൾ അതായത് കപ്പാസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ പാരലൽ പ്ലേറ്റിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് അക്രോസ് ആയിട്ടാണ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നത്. ഓക്കെ, മോസ്റ്റ് ആർ എഫ് അയോൺ സോഴ്സ് ആർ ഓപ്പറേറ്റഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ്. അപ്പം ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ഡിസ്ചാർജ് മെത്തഡാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ്. അതായത് മോസ്റ്റ് ആർ എഫ് സോഴ്സ് ആർ ഓപ്പറേറ്റഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, the electric field is generated by the time variation of magnetic field. Here electric field lines do not terminate on the conductor, so electric field does not drive ions into the conductor surface and reduce the damage to them. Okay, ഇനി വരുന്നത് ഇതാണ് ആർ എഫ് അയോൺ സോഴ്സിൻ്റെ ഡയഗ്രാം. ഈ ആർ എഫ് അയോൺ സോഴ്സ് ഗ്യാസിൻ്റെ ഒരു വെസലുണ്ട്, ഗ്യാസ് വെസൽ, ദെൻ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, ദെൻ ആർ എഫ് അയോൺ ആർ എഫ് ഫ്രീക്വൻസി കൊടുക്കുന്നുണ്ട്, ദെൻ മാഗ്നറ്റ്. ഓക്കെ, ഇനി ഈ പിക്ചർ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ആർ എഫ് ഡിസ്ചാർജ് ഈസ് ഫോംഡ് ഇൻ ആൻ ഇൻസുലേറ്റിംഗ് വെസൽ ഫിൽഡ് വിത്ത് റിക്വയർഡ് ഗ്യാസ് അറ്റ് 10⁻³ to 10⁻² ടോർ പ്രഷർ. അപ്പം ഇവിടെ ലോ പ്രഷറാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ആർ എഫ് ഡിസ്ചാർജ് എവിടെയാണ് ഉണ്ടാകുന്നത്, ഇൻസുലേറ്റിംഗ് വെസലിൻ്റെ ഉള്ളിൽ, അതായത് അവിടെ ഫിൽഡ് വിത്ത് ഗ്യാസ് അറ്റ് ലോ പ്രഷർ 10⁻³ to 10⁻² ടോർ പ്രഷറാണ് കൊടുത്തത്. Few hundred watts of RF power is fed into the system at a typical frequency in range 10 to 30 megahertz. This is sufficient to establish a discharge. The gas contain a few stray electrons which are created by interaction of cosmic rays. These electrons excited into oscillations by RF field. അതായത് നമ്മൾ ഫ്യൂ ഹൺഡ്രഡ് വാട്ട്സ് ഓഫ് ആർ എഫ് പവറാണ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ഫെഡ് ടു സിസ്റ്റം അറ്റ് എ ടിപ്പിക്കൽ ഫ്രീക്വൻസി ഇൻ 10 to 30 മെഗാഹെർട്സ്. ദിസ് ഈസ് സഫിഷ്യൻറ്റ് ടു എസ്റ്റാബ്ലിഷ് എ ഡിസ്ചാർജ്. അപ്പോൾ അവിടെ ഒരു ഡിസ്ചാർജ് എസ്റ്റാബ്ലിഷ് ആവും. Then the gas containing few stray electrons which are created by interaction of cosmic rays. These electrons excite into oscillations by RF field. The next point വരുന്നത് reversal of electron momentum takes place frequently as collision. If this happens when RF field is also reverse its polarity, the electron acquire sufficient kinetic energy to cause ionization. This ionization leads to the formation of plasma inside the gas volume. Okay, അപ്പം ഈ അയണൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ അയണൈസേഷൻ എന്താണ്, ഇലക്ട്രോണിന് സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി കിട്ടുമ്പോൾ എന്താണ്, അയണൈസേഷൻ അക്വയർ ചെയ്യും. ഈ അയണൈസേഷനാണ് എന്തിനും പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്മയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദിസ് പ്ലാസ്മ കൺസിസ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് പോസിറ്റീവ് അയോൺസ്. പ്ലാസ്മയിൽ പോസിറ്റീവ് അയോൺസ് ആണ്. ദീസ് അയോൺസ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഔട്ട് ഓഫ് എ ചേംബർ by means of DC electric field of a few kilowatt magnitude. അതായത് നമ്മൾ ഇവിടെ പ്ലാസ്മയെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലാസ്മയിൽ നിന്ന് ഇലക്ട്രോൺ എക്സ്ട്രാക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ പോസിറ്റീവ് അയോൺസിൻ്റെ ഒരു പ്ലാസ്മയെ പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ അയോൺസിനെ എക്സ്ട്രാക്റ്റഡ് ഔട്ട് ഓഫ് ദ ചേംബർ എങ്ങനെയാണ്, ബൈ മീൻസ് ഓഫ് DC ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഫ്യൂ കിലോവാട്ട് മാഗ്നിറ്റ്യൂഡ് applied to an extraction electrode at the edge of the discharge region. ഡിസ്ചാർജ് റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട് കിലോവാട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട് നമ്മൾ അയോൺസിനെ എക്സ്ട്രാക്ട് ചെയ്യണം. എ പോസിറ്റീവ് സ്പേസ് ചാർജ് ക്ലൗഡ് ഈസ് ഫോംഡ് നിയർ ദിസ് ഇലക്ട്രോഡ് ബൗണ്ടഡ് ബൈ എ പ്ലാസ്മ ഷീത്ത് which act as an ion emitter and considered as a virtual electrode. അപ്പം ഇവിടെ ഒരു പോസിറ്റീവ് സ്പേസ് ചാർജിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവുന്നുണ്ട്.
that is called considered as virtual electrode. The extraction electrode is protected by an insulated screen made by quartz. ഇൻസുലേറ്റർ ആയിട്ടുള്ള ക്വാർട്സ് വെച്ചിട്ടാണ് ഈ എക്സ്ട്രാക്ഷൻ ഇലക്ട്രോഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. An axial magnetic field is applied in order to enhance the ion current. ഒരു ആക്സിയൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ് എന്തിന് എൻഹാൻസ് ദ അയോൺ കറണ്ടിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വരുന്നത് 4 വേരിയബിൾസ് എഫക്റ്റ് ക്യാരക്ടർ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിസൾട്ടിങ് അയോൺ ബീംസ്. അതായത് നമ്മളിപ്പം RF അയോൺ സോഴ്സിലെ ഡിസ്ചാർജിനെയും അതേപോലെ തന്നെ അയോൺ ബീമിനെയും എഫക്റ്റ് ചെയ്യുന്ന 4 വേരിയബിൾസ്. ഫസ്റ്റ് വൺ ഈസ് ഗ്യാസ് പ്രഷർ ഇൻ ദ ഡിസ്ചാർജ് ചേംബർ. സെക്കൻഡ് വൺ ഈസ് RF ഫീൽഡ്, നമ്മൾ കൊടുക്കുന്ന RF ഫീൽഡ്. തേർഡ് ഈസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ ഫോർത്ത് വൺ ഈസ് എക്സ്ട്രാക്ഷൻ വോൾട്ടേജ്. ദെൻ അടുത്ത പോയിന്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അതായത് RF അയോൺ സോഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ഈസ് ലോ പവർ കൺസപ്ഷൻ. ഇതിൽ ലോ പവർ കൺസപ്ഷൻ ആണ്. ദെൻ സെക്കൻഡ് ഹൈ പ്രോട്ടോൺ പെർസെൻറ്റേജ് ആണ്. നമ്മൾ പോസിറ്റീവ് പ്ലാസ്മ അയോൺസിൻ്റെ ഇതാണെന്ന് പറഞ്ഞല്ലോ. അപ്പം പ്രോട്ടോൺ പെർസെൻറ്റേജ് ഹൈ ആണ്, ദാറ്റ് ഈസ് അപ് ടു 96%. Then especially good for ions of 1 hydrogen, 1 deuterium, 2 and 3 tritium and 4 helium. അപ്പം ഇത്തരം അയോൺസിന് എന്താണ് ഗുഡാണ്, എസ്പെഷ്യലി ഗുഡ് ഫോർ ആണ് ദീസ് അയോൺസിന്. Then fourth one is operation at low pressure yields a high efficiency with respect to gas consumption and simplicity of construction and maintenance. അപ്പം ഇവിടെ ലോ പ്രഷറാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. ലോ പ്രഷർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഹൈ എഫിഷ്യൻസി വിത്ത് റെസ്പെക്റ്റ് ടു ഗ്യാസ് കൺസംഷൻ ആയിരിക്കും. അതേപോലെ തന്നെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസിനും ഒക്കെ എന്താണ് സിമ്പിളാണ്. സിംപ്ലിസിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. ദെൻ ലാസ്റ്റ് പോയിന്റ് വരുന്നത് RF അയോൺ സോഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്ലിക്കേഷൻസ് ആർ ഫസ്റ്റ് സൈക്ലോട്രോൺ, സിങ്ക്രോട്രോൺ, ദെൻ ന്യൂട്രൽ ബീം ഇഞ്ചക്ടേഴ്സ്, ദാറ്റ് ഈസ് ഫ്യൂഷൻ എക്സ്പെരിമെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ന്യൂട്രൽ ബീം ഇഞ്ചക്ടേഴ്സ്. ദെൻ സെക്കൻഡ് വരുന്നത് അയോൺ ഇംപ്ലാന്റേഷൻ സിസ്റ്റംസ്, അയോൺ ബീം എച്ചിങ്, then ion beam doping, ion beam lithography, proton therapy machines. Okay. Then third one വരുന്നത് ഡയറക്റ്റ് വോൾട്ടേജ് ആക്സിലറേറ്റേഴ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അയോൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അയോൺ ബീംസിന് കൊടുക്കുന്നതിനാണ് അയോൺ സോഴ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ സൈക്ലോട്രോണിലും സിങ്ക്രോട്രോണിലും അതേപോലെ ഡയറക്റ്റ് വോൾട്ടേജ് ആക്സിലറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് RF അയോൺ സോഴ്സാണ്. RF അയോൺ സോഴ്സിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി വിത്ത് ലോ പ്രഷറിൽ നമ്മൾ കൊടുത്തിട്ട് പ്ലാസ്മയെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ആ പ്ലാസ്മയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അയോൺസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ടോപ്പിക്ക്.